ഹായ് ഗായ്സ്. അപ്പോൾ നമുക്കിന്നൊരു ഓഫായിരുന്നു. അപ്പോൾ ഓഫൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇച്ചായിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് നല്ല മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നോക്കി വന്ന അവസാനം നമ്മൾ എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു, ബയോട്ടിൻ ലഡു. ബയോട്ടിൻ ലഡു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബയോട്ടിൻ ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടാലോ? സോ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്തെടുക്കാം. സോ നമുക്ക് ആദ്യം സെസമേ സീഡ്സ് ലൈറ്റ്ലി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം സെപ്പറേറ്റ് ആയിട്ട്. അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാ നട്ട്സും കൂടെ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. സോ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു പാനിലോ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. വൺസ് ചൂടാവിയ ശേഷം നമുക്ക് ഈ നട്ട്സ് എല്ലാം ക്രഷ് ചെയ്തെടുക്കാമേ. നമുക്കിനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. സോ ഓൾറെഡി നമ്മുടെ സെസമൈ സീഡ്സ് ഉണ്ട്, അതിന് മുകളിലേക്ക് വേണം നമുക്ക് നട്ട്സ് ക്രഷ് ചെയ്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള നട്ട്സും കൂടെ സെയിം റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നട്ട്സിലേക്ക് ഫിഗും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ ക്രഷ് ചെയ്ത് സോട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നെയ്യ് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഫിഗും ഈന്തപ്പഴവും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഡാർക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. സോ നമ്മൾ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ്. സോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള നട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കി ഇത് മാറ്റിയെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ബയോട്ടിൻ ലഡു ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിച്ചു നോക്കിയാലോ. സൂപ്പർ സൂപ്പർ.
അടിപൊളി. സൂപ്പർ സാധനം. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ഹെയർ ആൻഡ് ഫോർ യുവർ സ്കിൻ. ഓക്കെ ഗൈസ്, ബൈ. ചെല്ലക്കാറ്റേ ചൊല്ലു ചൊല്ലു ചക്കരവാക്കിലെന്തുണ്ട്, മായക്കാറ്റേ നില്ല് നില്ല് ചിത്തിര കയ്യിലെന്ത്